ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരു 6:50 ആയപ്പോൾ തന്നെ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഹെവി മഴക്കുള്ള മുന്നറിയിപ്പൊക്കെ ജില്ലാ ഭരണകൂടം തന്നിട്ടുണ്ട്. നല്ല മഴയാണ്. ഒരു തകർപ്പൻ മഴ പെയ്തതിന് ശേഷമാണ് ഞങ്ങളിത് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മയുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ യൂബറിന് പോകാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അതിൻ്റെ ഇടയിൽ ഞാനും ഉമ്മയും തമ്മിൽ നല്ലൊരു തർക്കം കൂടെ ഉണ്ടായി ഗൈസ്. അങ്ങനെ യൂബർ വന്നു, ഞങ്ങൾ പോയി. ഇപ്പോൾ എന്താ ഓൺ ഗോയിങ് ആണ്. ഈ സൂപ്പർ മാർക്കറ്റില്ലേ KPN ഫ്രഷ്, ഇവിടെ ആണ് കേട്ടോ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്രയായി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. 8:20 കേട്ടോ ട്രെയിന്. അപ്പം ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് പിന്നെ കൗണ്ടറിലൊന്നും നിൽക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. അപ്പം നേരെ ഡയറക്റ്റായിട്ട് സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്ദേ ഭാരതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1, അതായത് കയറിയ അതേ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ കോച്ച് നമ്പർ C3 ആണ്. അപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഞങ്ങളുടെ കോച്ച് പൊസിഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, നല്ല. ഞങ്ങളിവിടെ സ്റ്റേഷനിലെത്തി. 8:20 ട്രെയിൻ എത്തുന്നത്. 8:17 എടുക്കുന്നത്, അല്ലാതെ പുറപ്പെടുന്നത് 8:20. അപ്പോൾ ഇപ്പോൾ സമയം 7:55. അപ്പോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വേറെ ട്രെയിനുകൾ, വന്ദേ ഭാരതിന് മുമ്പ് ഒരു നേത്രാവതി എക്സ്പ്രസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. വന്ദേ ഭാരതിലെ എക്സ്പീരിയൻസ് വന്ദേ ഭാരതിൽ കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. അതായത് ഞങ്ങളുടെ ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്ലാറ്റ്ഫോമിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് നിങ്ങൾ കേട്ടത്. കുറച്ച് നേരത്തിനുള്ളിൽ അതിങ്ങോട്ട് എത്തിച്ചേരും കേട്ടോ. അങ്ങനെ വന്ദേ ഭാരത് എത്തി മക്കളെ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ്. ഫസ്റ്റാണ്. കാരണം ഞാനിത് കണ്ടിട്ടേ ഉള്ളൂ, ഇതിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇതിൽ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നതും ഇതൊക്കെ. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മുടെ നോർമൽ ട്രെയിനിനെ പോലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരതിൻ്റെ അകത്തേക്ക് കയറി. സീറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ AC ചെയർ കാറാണ് എടുത്തത്. എക്സിക്യൂട്ടീവ് ചെയർ കാർ ആണ് ബുക്ക് ചെയ്യാനിരുന്നത്. പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല. അപ്പോഴേക്കും ബുക്ക്ഡ് ആയിപ്പോയി. അപ്പോൾ പയ്യെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. അങ്ങനെ യാത്ര തിരിച്ചു കേട്ടോ. എറണാകുളം ടൗണിൽ നിന്ന് ഞങ്ങൾ കാലിക്കറ്റിലേക്കാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ ദോശയും മുട്ടക്കറിയും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കണ്ടോ, എൻ്റേത് 36ഉം എൻ്റെ ഉമ്മയുടേത് 37ഉം ആയിരുന്നു സീറ്റ് നമ്പർ. അതായത് ഞാൻ മിഡിലും ഉമ്മ ഇപ്പുറത്തും. അങ്ങനെ ദോശയും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇത് ഇൻസ്റ്റൻറ്റ് ചായ മിക്സാണ്. സത്യം പറയാലോ, ഒരു വകക്ക് കൊള്ളൂല. പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മളെന്തോ ഒരു കുരുമുളക് കലക്കി ചായയും ചായപ്പൊടിയും ഇതൊന്നും ഇടാതെ കലക്കി കുടിക്കണ ഒരു വെള്ളം പോലെ എനിക്ക് തോന്നിയത്. ബാക്കിയൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇതേ കണ്ടില്ലേ,
അതിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ ചായ. കാണുമ്പോൾ ചായ പോലെ ഇരിക്കുമെങ്കിലും ഇഞ്ചി കലക്കിയ വെള്ളം പോലെയാണ്. ഞാൻ കുടിച്ചില്ല, ഉമ്മ കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതുണ്ടായിരുന്നു, മൈസൂർ പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പാസ് അത് പിന്നെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് ഞാൻ ഒന്ന് വാഷ്റൂമിലേക്ക് വാഷ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ പലരുടെയും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഇന്ത്യൻ ടോയ്ലറ്റും ഒരു വെസ്റ്റേൺ ടോയ്ലറ്റും ആയിരിക്കും ഉണ്ടാവുക. ഈ ഡോറൊക്കെ തനിയെ ഓപ്പൺ ആവും കേട്ടോ. കണ്ടില്ലേ, നമ്മൾക്ക് ഇവിടെ ബാത്റൂമിൽ ആരും ഇല്ലെങ്കിൽ വേക്കൻ്റ് എന്ന് കാണിക്കും, ഇല്ലെങ്കിൽ എൻഗേജ്ഡ് എന്ന് കാണിക്കും കേട്ടോ. അത് നോക്കിയിട്ടാണ് കയറുക. അപ്പോൾ ഞാൻ വെസ്റ്റേൺ ടോയ്ലറ്റിൽ ആദ്യം കയറാൻ പോയപ്പോൾ അവിടെ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ ഇന്ത്യൻ ടോയ്ലറ്റിലാണ് കേട്ടോ കയറിയത്. പറയാതിരിക്കാൻ വയ്യ, ടോയ്ലറ്റൊക്കെ നമ്മൾ സാധാരണ നോർമൽ ട്രെയിനിൽ കാണുന്ന പോലെ ഒന്നും അല്ല. അതൊന്നും നമ്മൾ ടോയ്ലറ്റിൽ പോവാതെ മരിച്ചു പോയാലും ഇവിടെ പോകില്ല എന്നുള്ളൊരു മൈൻഡ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല വൃത്തിയുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ്, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഒരു കുറവോ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല. അവിടുത്തെ സർവീസ് ആയാലും എന്തായാലും. അടുത്ത വ്യൂ ഒക്കെ കണ്ടോ? അതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ടീ ഉണ്ടായിരുന്നു. നമുക്ക് ടീ അടിപൊളിയായിരുന്നു. ടീ അല്ല, കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി. നമുക്ക് ഹോട്ട് വാട്ടർ അവർ തരും, നമ്മളതിൽ കലക്കി മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഹോട്ട് മിക്സ് ബിസ്ക്കറ്റ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോയി. പിന്നെ രണ്ടാമത് കയറിയത് വെസ്റ്റേൺ ടോയ്ലറ്റിലായിരുന്നു. ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ വൺ ടൈമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ടോ, അത് സ്റ്റേഷനെത്താറായി. സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞതിന് സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. സാധാരണ ട്രെയിനിനെ പോലെ ഒന്നുമല്ല, ഇടിച്ച് കയറാനുള്ള തിരക്കൊന്നുമില്ല. ഇറങ്ങാൻ അത്യാവശ്യം തിരക്കുണ്ട്, ഓരോരുത്തർ ഇറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ കയറും, അത്രയും ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോർമൽ നമ്മൾ ട്രെയിനിൽ കയറുന്ന പോലെ ഇടിച്ച് കയറാൻ തോന്നുന്ന സീറ്റിൽ പോയി ഇരിക്കുക, അങ്ങനത്തെ ഇതൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ക്രോസ് ചെയ്തു. എന്താ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. അതിന് ശേഷം ബസ് കയറി. അപ്പോൾ സ്റ്റേഷൻ്റെ മുമ്പിൽ നേരെ ബസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിക്ക് പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി കയറിയതാണ്. അവരോട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ബസ് സ്റ്റാൻഡ് എത്തുമ്പോൾ ഒന്ന് പറയണമെന്ന്. അവർ പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ പകുതിക്ക് വെച്ച് വേറെ എവിടെയോ ഇറങ്ങി. അവിടെ നിന്ന് ഓട്ടോക്ക് സ്റ്റാൻഡിലേക്ക് വന്ന് ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. എടുക്കാറായിട്ടില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ ഇഞ്ചി മിഠായി, നമ്മൾ 90s കിഡ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെമ്മറിയാണ്. അങ്ങനെ ഞാൻ ഇഞ്ചി മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പഴയ ഓർമ്മകളൊക്കെ ഒരു 20 വർഷം പുറകോട്ടൊക്കെ പോയായിരുന്നു. ഇഞ്ചി മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കാരണം എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ആ എന്താ പറയുക യാത്രയുടെ ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടു. അപ്പോൾ ഞാനൊരു അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ലഞ്ച് ടൈമാണ്, ക്ലോസ് ചെയ്തു, ഇപ്പോൾ ഇനി 2 മണിയാകുമ്പോൾ ഓപ്പൺ ആക്കുള്ളൂ. അങ്ങനെ ഞങ്ങളത് വെയിറ്റ് ചെയ്തു. ലഞ്ച് ടൈം കഴിയട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തു ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ പൂട്ടിയിട്ടേക്കുന്ന കട ഉണ്ടില്ല, അവിടെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ഫുഡ് കഴിച്ചിരുന്നത് കേട്ടോ. അതിപ്പോൾ എന്തോ പണി കാരണം പൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുണ്ട്, നല്ല മഴയും കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിലും സ്റ്റുഡൻസിൻ്റെയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഈ സപ്ലിയൊക്കെ ഉള്ളവർക്ക്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ഞാനൊരു ഫുൾ ബിരിയാണി, ഉമ്മ ഹാഫ് ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ.
അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 1:50 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അപേക്ഷ എഴുതാനുണ്ടായിരുന്നു, അത് എഴുതി വന്നപ്പോൾ 2:15 ആയി. പിന്നെ അവിടെ പോയി ഓഫീസിലൊക്കെ കയറി. എനിക്ക് പ്രിലിമിനറിയുടെ ഒരു മാർക്ക് ലിസ്റ്റ് കിട്ടാനുണ്ടായിരുന്നു, അതും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് പ്രിലിമിനറി ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ്, ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമാണ് ആ ബിൽഡിങ്ങിലേക്ക് കയറിയത്. കാരണം സ്റ്റുഡൻസിനെ അല്ലാതെ വേറെ ഒരാളെ അവർ അതിനകത്തേക്ക് കയറ്റില്ല. കണ്ടില്ലേ, അവിടെ 2 സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലല്ല ഇതും കഴിഞ്ഞ് ഊബർ വിളിച്ചു. കാരണം ട്രെയിൻ കൃത്യസമയത്ത് കിട്ടണമെങ്കിൽ ബസ്സിൽ പോയാൽ പറ്റില്ല, ലേറ്റാവും. അങ്ങനെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ട് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി. ആ സൈഡ് സീറ്റ് തന്നെ കിട്ടിയതിലാണ് എനിക്ക് സന്തോഷം. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഫേസ് ടു ഫേസ് ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നോർമൽ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുന്ന പോലെയായി. അത് കഴിഞ്ഞ് എന്താ ഇവിടെ കണ്ടോ ട്രേ. ഈ ട്രേയുടെ ഇത് കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിൽ അതിൽ കയറിയപ്പോൾ തന്നെ മഫ്തയുടെ ഇത് പിന്നെ കഴിച്ച് മാറ്റി, കാരണം കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അയച്ച് മാറ്റി. പിന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടീ വന്നു. ടീ അല്ല, കോഫി. അങ്ങനെ പിന്നെ ഒരു സ്നാക്ക് ബോക്സും വന്നു. IRCTCയുടെ അവർ നൽകുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയാനായിട്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, പിന്നെ ഇത് പരിപ്പുവട. എൻ്റെ ഉമ്മ കയറുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു പരിപ്പുവട എന്ന്. അതേപോലെ തന്നെ പ്രാർത്ഥന പോലെ തന്നെ പരിപ്പുവടയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സോയാ സ്റ്റിക്സിൻ്റെ ഒരു മുറുക്ക് പോലത്തെ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിതായിരിക്കുന്നത് ഇതാണ് ഇൻസ്റ്റൻറ്റ് കോഫി. ഇത് പറയാൻ വയ്യ കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അതേ ഒരു ചോക്കോവിച്ചിൻ്റെ ഒരു ക്രീമി മിഠായി ഉണ്ടായിരുന്നു. അതായിരുന്നു സ്നാക്ക് ബോക്സിൽ. ഇത്രയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ആ കിറ്റിൽ തന്നെ നമ്മളെല്ലാം വേസ്റ്റും അതിനകത്ത് തന്നെ വെച്ച്, നമുക്ക് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ഒരു ആവശ്യമില്ല, അവർ തന്നെ വന്ന് എല്ലാം കൊണ്ടുപോയി. പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നത്. നല്ല എക്സ്പീരിയൻസാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത്ര നമ്മൾ നോർമൽ ട്രെയിനിൽ അത് നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. നമ്മൾ നോർമൽ ട്രെയിനിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി. കാരണം നമ്മുടെ സീറ്റിൽ വേണമെങ്കിൽ വേറെ ആൾക്കാർ കയറിയിരിക്കും, നമുക്കൊന്നും അങ്ങോട്ട് എഴുന്നേറ്റ് മാറാനോ ഇതിനൊന്നിനും പറ്റില്ല. ഇരുന്നോടത്ത് നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനും പറ്റില്ല. അപ്പോൾ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും. കഴിഞ്ഞ തവണത്തെ എൻ്റെ അനുഭവം അത്രയ്ക്ക് മോശമായിരുന്നു. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫുഡ് ട്രെയിനിലേക്ക് കയറ്റുമ്പോൾ തണുപ്പിക്കാനും ചൂടാക്കാനൊക്കെ ഉള്ളൊരു മെഷീനാണ് കേട്ടോ. ഇത് ഇറങ്ങാൻ നേരത്ത് അതായത് നല്ല തിരക്കാണ്. നല്ല തിരക്ക് മീൻസ് നല്ല തിരക്ക്. അങ്ങനെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ടാറ്റാ ബൈ.